വേഗം വീഡിയോ ഓൺ ചെയ്യടാ. യെസ്, നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകട്ടെ. അപ്പം സാർ നമ്മൾ തേർഡ് ക്വസ്റ്റ്യൻ കൊടുത്തോളൂ. പ്രോബ്ലം ആണ്. ഓക്കെ, ചെയ്തോളൂ കേട്ടോ. തൊഴിൽ ഒരു രക്ഷയില്ല, ഫേസ് ഒന്നും മാറണ്ട. എല്ലാവരുടെ ഫേസിലും മുഖത്തൊരു മാറ്റം കണ്ടു ഞാൻ. അത് മാറണ്ട, പ്രോബ്ലം ചെയ്തേ പറ്റുള്ളൂ കേട്ടോ. നോക്കാം. An antifreeze solution is prepared from 2 to 2.6 gram of ethylene glycol, C2H6O2, and 200 gram of water. Calculate the molality of the solution. If the density of the solution is 1.072 gram ml, okay, then what shall be the molarity of solution? ക്വസ്റ്റ്യൻ എതിർക്കാം. ക്വസ്റ്റ്യൻ ഒരു 2 ടൈംസ് വായിച്ചു നോക്കാം. ക്വസ്റ്റ്യൻ എതിർക്കാം. ക്വസ്റ്റ്യൻ 2 ടൈംസ് വായിച്ചു നോക്കാം. ദെൻ G1 വാല്യൂസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യുക, എഴുതാം. വാല്യൂസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യുക, എടുത്തെഴുതിക്കോ കേട്ടോ. നോക്കാം, തെറ്റല്ലേ? വായിക്കുന്നുണ്ട്. An antifreeze solution is prepared from 222.6 gram of ethylene glycol, C2H6O2, and 200 gram of water. Calculate the molality of the solution. If the density of the solution is 1.072 gram ml, then what shall be the molarity of the solution? Molality ഉണ്ട് കേട്ടോ, രണ്ടും വേണേ. Display. യെസ്, ആൻസർ കിട്ടിയോടാ? ആൻസർ കിട്ടിയോ? ആൻസർ കിട്ടിയോ? യെസ്, ഫസ്റ്റ് ഓഫ് നമുക്ക് ഫൈൻഡ് ചെയ്യാം കേട്ടോ. നമുക്ക് വേണ്ടത് ഇവിടെ നമുക്ക് ഗ്ലൈക്കോളിന്റെ ഗ്ലൈക്കോൾ എഥിലീൻ ഗ്ലൈക്കോൾ ആണ് ഇരിക്കുന്നത് അല്ലേ. എഥിലീൻ ഗ്ലൈക്കോളിന്റെ മാസ് എന്ന് പറയുന്നത് 222.6 ഗ്രാം ആണ് ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് ഫൈൻഡ് ഔട്ട് ദ മോളാർ മാസ് ഓഫ് ദ എഥിലീൻ ഗ്ലൈക്കോൾ അല്ലേ. നമ്മൾ നേരെ അതിലേക്ക് പോവാണ്. സർ ഇതൊന്ന് ഹൈഡ് ചെയ്തോട്ടോ, പ്രോബ്ലം കുറച്ച് വലുതാ. ഹൈഡ് ചെയ്തോ. യെസ്, നമ്മൾ നേരെ പോകുന്നത് മോളാർ മാസ് ഓഫ് ദ എഥിലീൻ ഗ്ലൈക്കോൾ കേട്ടോ മക്കളെ. മോളാർ മാസ് ഓഫ് ദി എഥിലീൻ ഗ്ലൈക്കോൾ, അതായത് C2H4 OH ട്ടോ. C2H4OH ട്വൈസ് ഉണ്ട് കേട്ടോ, OH ട്വൈസ് ഇതാണ്. സോ അപ്പൊ നമുക്ക് വരുന്നത് C2H4. ആൻസർ എത്ര വരും മക്കളെ? ആൻസർ കിട്ടിയോടാ? ഗ്ലൈക്കോളിന്റെ മോളാർ മാസ്. ഷെർലിനെ ആൻസർ കിട്ടിയാ? കിട്ടിയെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തൂടെ? പ്രോബ്ലം കംപ്ലീറ്റ് ചെയ്യാത്ത നോക്ക് എടുത്തിട്ടോ. യെസ്, 62 അല്ലേ, അത് കിട്ടി നമുക്ക്. ഓക്കെ, അത് ഫൈൻ. അടുത്ത് നമുക്ക് നമ്പർ ഓഫ് മോൾസ് ഓഫ് എഥിലീൻ ഗ്ലൈക്കോൾ കേട്ടോ. നമുക്ക് വേണ്ട അടുത്തത് നമ്പർ ഓഫ് മോൾസ് ഓഫ് എഥിലീൻ ഗ്ലൈക്കോൾ. എത്ര വരും മക്കളെ? എഥിലീൻ ഗ്ലൈക്കോളിന്റെ നമ്പർ ഓഫ് മോൾസ് ഫൈൻഡ് ചെയ്യണം. സാർ തലപ്പൊക്കി സാർ. ഡോ അല്ലേ? യെസ് മോനെ. നമ്പർ ഓഫ് മോൾസ് എഥിലീൻ ഗ്ലൈക്കോൾ ആണ് ഇക്വേഷൻ എന്ന് പറഞ്ഞടാ. ഇക്വേഷൻ സാർ ചോദിച്ചത്. ഇക്വേഷൻ നമ്പർ ഓഫ് മോൾസ് ആണ് ഇക്വേഷൻ എന്തായിരുന്നു?
നമ്പർ ഓഫ് മോൾസ് ഉള്ള ഇക്വേഷൻ എന്തായിരുന്നുടാ? പഠിക്കണോണ്ടാ, റിവൈസ് ചെയ്യണോട്ടാ പോർഷൻസ് ഇട്ടാ. ഓക്കെ, എത്ര പോയിക്കോ. നമ്പർ ഓഫ് മോൾസ് ഉള്ള ഇക്വേഷൻ എന്തായിരുന്നു? ആദിത്യ പറഞ്ഞ നമ്പർ ഓഫ് മോൾസ് ഉള്ള ഇക്വേഷൻ എന്തായിരുന്നു? എന്തോ? യെസ്, ഗിവൺ മാസ് ബൈ മോളാർ മാസ് അല്ലെ. ഇവിടുത്തെ ഗിവൺ മാസ് എത്രയായിരുന്നോടാ? 2.6 അല്ലെ, ഡിവൈഡ് ബൈ അതിന്റെ മോളാർ മാസ് എത്രയാണ്? 62 അല്ലെ. ആൻസർ എത്ര വന്നോടാ നമുക്കപ്പോ? എപ്പ കിട്ടും? വേജി എത്ര വന്ന ആൻസർ മക്കളെ? ശ്രേയസ് എത്ര വന്ന ആൻസർ? ഇല്ല. എപ്പോഴെങ്കിലും ഈ താലാട്ടൽ നിർത്തിയിട്ട് ഇങ്ങനെ കാണിക്കോ? ഇപ്പൊ കുറെ ദിവസമായിട്ട് എന്ത് ചോദിച്ചാൽ ഇങ്ങനെ മാത്രമുള്ള ആട്ടല്. യെസ്, അടുത്ത സർ എത്ര വന്ന ആൻസർ? എടാ ചാറ്റ് ബോക്സിൽ ഇട്ടോ, അപ്പൊ ഞാൻ ഓരോരുത്തരോട് ചോദിക്കണ്ടല്ലോ. 37 പോയിന്റ് ഏത് നമ്പർ ഓഫ് മോൾസ് ആണ്? 60 to 37.1 എന്ത് 2.6 ഡിവൈഡ് ചെയ്യുമ്പോൾ അത്ര നിങ്ങൾക്ക് ഇതെവിടെ 37 ഒക്കെ വരുന്നത്? ആറോറ് 12 12 പാട്ട് പിന്നെ ഇവർക്ക് ഈ 37 35 ഒക്കെ കിട്ടണത്? ആൻസർ 3.59 മോളാണ് വരിക. ഒരാള് യെസ്. ഇനി നമുക്ക് വേണ്ടത് മൊളാലിറ്റി അല്ലെ. ഇത് നമ്മൾ നേരെ പോകുന്ന മൊളാലിറ്റിയിലേക്ക് പോവാണ്. മൊളാലിറ്റി ഓഫ് സൊല്യൂഷൻ അല്ലെ. മൊളാലിറ്റി ഓഫ് ദ സൊല്യൂഷൻ സാറുള്ള പൊക്കി സാർ ആയിരുന്നു. നേഹ ഇക്വേഷൻ പറയടാ. മൊളാലിറ്റി ഇക്വേഷൻ number of moles of solute by mass of solvent in kilogram. Yes, number of moles solute എത്രയാണ് കിട്ടിയിരിക്കുന്നത് നമുക്ക്? number of moles of the ethylene glycol എത്രയാണ്? എത്ര? 3.59 കിട്ടി. ഇനി ഡിവൈഡഡ് ബൈ അടുത്ത എന്താണ് നമുക്ക്? mass of solvent in kilogram. അപ്പൊ ഒന്ന് പറഞ്ഞോ, മാസ് ഓഫ് സോൾവെന്റ് കിലോഗ്രാം എത്ര വരും? 200 gram by 1000. അപ്പൊ എത്ര വരും? അപ്പോ 0.200 അല്ലെ. കിട്ടിയോ? ആൻസർ കിട്ടിയോടാ? 17.95 അല്ലെ. യെസ്, ഓക്കെ, അത് കിട്ടിയാ മതി. ഓക്കെ, അപ്പൊ അത് നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട്. അടുത്തിലേക്ക് പോവാം നമുക്ക്. എന്താ അടുത്ത് നമുക്ക് എന്താണ്? ടോട്ടൽ മാസ് ഓഫ് ദ സൊല്യൂഷൻ കണ്ടുപിടിക്കണം അല്ലെ. ടോട്ടൽ മാസ് ഓഫ് ദ സൊല്യൂഷൻ. യെസ്, എഴുതിക്കോളൂ. ടോട്ടൽ മാസ് ഓഫ് ദ സൊല്യൂഷൻ. ടോട്ടൽ മാസ് ഓഫ് ദ സൊല്യൂഷൻ ഈക്വൽ ടു എത്ര? നമുക്ക് ടോട്ടൽ മാസ് ഓഫ് ദ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. വേഗം സാർ തറപ്പിക്കും. ആദിലക്ഷ്മി യെസ് മോനെ, ടോട്ടൽ മാസ് കിട്ടിയോടാ? എത്ര കിട്ടി? ചെയ്യാതെ കിട്ടില്ലല്ലോ. എടാ അത് തന്നെ നമ്മൾ ഒരിക്കലും പറയരുതിട്ടാ. നമ്മൾ ആരും വീക്കല്ല, യുനോ. നമ്മൾ അങ്ങനെ അത് നമ്മുടെ മനസ്സിനകത്തേക്ക് നമ്മൾ വീക്കാന്നുള്ള സാധനം വന്നു കഴിഞ്ഞാലുണ്ടല്ലോ, പിന്നെ നമ്മുടെ മനസ്സൊരു സാധനത്തെ അക്സെപ്റ്റ് ചെയ്യില്ല കേട്ടോ. ഓക്കെ, കേട്ടോ പറഞ്ഞത്? ഇനി ആ വേർഡ് ഒരിക്കലും റിപ്പീറ്റ് ചെയ്യരുത് കേട്ടോ. ഓക്കേടാ, യെസ്. അതങ്ങനെ പറഞ്ഞാ മതി, അങ്ങനെ പറഞ്ഞാ മതി. ഓക്കെ, മനസ്സിലായോ? ആ യെസ്. 4 അല്ല, എങ്ങനെ കിട്ടിയെന്ന് പറയും. ആ സൊല്യൂഷന്റെ വെയിറ്റും സോൾവെന്റ് വെയിറ്റും ആഡ് ചെയ്താൽ പോരെ? അപ്പൊ എത്ര നമുക്ക് വരാം? 2.6 പ്ലസ് 200. ഗുഡ്. യെസ്, എത്ര നമുക്ക് ആൻസർ? കറക്റ്റ് ആടാ. 422.6. പിന്നെ നീ വീക്ക് ആവണത് വെറുതെ ആവശ്യത്തൊക്കെ പറയുന്നത്.
ഓടോ. ഓക്കെ ഗുഡ്. കീപ് ഇറ്റ്. ഓക്കെടാ. 422.6 ഉണ്ടോ? ഓക്കെ നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്ത് വേണം? നമ്മൾ നേരെ നമ്മുടെ എവിടേക്ക് പോകുന്നു? വോളിയം ഓഫ് ദ സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് വോളിയം ഓഫ് ദ സൊല്യൂഷൻ അല്ലെ മക്കളെ ഡെൻസിറ്റി, നമ്മൾ ഡെൻസിറ്റി കാര്യമാണ് അല്ലെ, ഡെൻസിറ്റി ഓഫ് ദ സൊല്യൂഷൻ നമുക്ക് കണ്ടുപിടിക്കാം. ഡെൻസിറ്റി ഇതൊക്കെ ഉണ്ട് ഇവിടെ നമുക്ക്. ഡെൻസിറ്റി ഓഫ് ദ സൊല്യൂഷൻ is equal to 1.072 gram അല്ലേ? ഓക്കെ, അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? അതിന്റെ വോളിയം അല്ലെ, വോളിയം ഓഫ് സൊല്യൂഷൻ കണ്ടുപിടിക്കാം നമുക്ക്. വോളിയം ഓഫ് ദ സൊല്യൂഷൻ ഈക്വൽ നമുക്ക് എത്ര വരുവാടാ? നമുക്ക് then ടോട്ടൽ നമുക്ക് അറിയാം എത്ര വന്നിരിക്കുന്നത്? 4226 ഡിവൈഡ് ബൈ ഡെൻസിറ്റി. ഇതാണ് ഇക്വേഷൻ. വോളിയം കണ്ടെങ്കിൽ ഇക്വേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ നമുക്ക് ടോട്ടൽ മാസ് ഓഫ് ദ സൊല്യൂഷൻ ഡിവൈഡ് ബൈ എന്താ നമുക്ക് വേണ്ടത്? ഡെൻസിറ്റി ആണ് കേട്ടോ. ഓക്കെ, വോളിയം കണ്ടുപിടിക്കാനായിട്ട്. അപ്പൊ 1.072. ഓക്കെ, അപ്പൊ എത്ര വരും നമുക്ക് ആൻസർ? നമുക്ക് ആൻസർ വരുന്നത് 394.22 ml ഇടാ. ഇത് കിട്ടിയ എല്ലാവർക്കും? അത് കിട്ടണം. എന്തൊരു സുഖ ചാരി കിടന്നുകൊണ്ട് ഇത് പകർത്തിയതാണല്ലേ. ഞാൻ കാണുന്നുണ്ട് അതൊക്കെ സുഖമായിട്ട് ഇങ്ങനെ ആടിക്കൊണ്ടൊക്കെയാണ് ഓരോരുത്തർ എഴുതിയിരിക്കുന്നത്. കിട്ടിയില്ലേ നമുക്ക്? അപ്പൊ ഞാൻ എന്നറിയോടെ മക്കളെ, ആ മൊളാലിറ്റി അങ്ങോട്ട് എന്താ പറയാ മായ്ക്കാൻ പോവാണ്. ബാക്കി കൊണ്ടിട്ട് ഇതിന്റെ പ്രോബ്ലം ഇടയ്ക്ക് നമുക്ക് ചെയ്യാനായിട്ട് മൊളാലിറ്റി ഞാൻ ഇടയിൽ പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ ഒരാളെ ഹാൻഡ് റൈസ് തരാം. ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ വേണ്ടിട്ടാ ഒരാഗ്രഹം കൊണ്ട് ചോദിക്കണേ. ആരായിരുന്നു? അതിലക്ഷ്മി വേണ്ടിട്ടുണ്ട്. അതിലക്ഷ്മി ബി കാണുന്നുണ്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രോബ്ലം. ഇതാണ് ഞാൻ പറഞ്ഞത്, നല്ല അടിയുള്ള അതിന്റെ കുഴപ്പം വരുന്നപ്പോ. യെസ്, പിന്നെ ആരാ കഴിഞ്ഞത്? ബ്രിനിയർ ആയിട്ടുണ്ട്, അലങ്ങായിട്ടുണ്ട് അല്ലേ? യെസ്, നമുക്ക് നമ്മളപ്പോ ടോട്ടൽ വോളിയം കണ്ടുപിടിച്ചു. ഇനി നമ്മൾ നേരെ പോകുന്നത് എന്താ പറയാ, നമുക്ക് അതിന്റെ മൊളാലിറ്റിയിലേക്ക് പോവാം അല്ലെ. മൊളാലിറ്റി ഓഫ് ദ സൊല്യൂഷൻ. മൊളാലിറ്റി ഓഫ് ദ സൊല്യൂഷൻ. ഓക്കെ, ഇക്വേഷൻ അനുസരിച്ച് കൊണ്ടാണെങ്കിൽ നമുക്ക് എന്ത് വരോടാം? 3.59 ഡിവൈഡഡ് ബൈ എത്ര വരും നമുക്ക്? 3 ഡിവൈഡഡ് ബൈ നമുക്ക് എത്ര വരും? 394.22 ml അല്ലേ? ml നമ്മൾ എന്ത് ചെയ്യും? ലിറ്ററിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? അതിന്റെ പോയിന്റ് മാറും അല്ലെ? പോയിന്റ് മാറും. നമുക്ക് എന്ത് വരോടാം? 0.39422 into 10⁻³ ലിറ്റർ ആവും അല്ലെ? ആൻസർ എത്ര മക്കളെ ആൻസർ എത്ര ഹാൻഡ് റൈസ് ചെയ്തേ? ആൻസർ ചെയ്തിരിക്കുന്ന ഹാൻഡ് റൈസ് ചെയ്തരാം. ഇപ്പൊ ഹാൻഡ് റൈസ് പോയോ? ആ ഓക്കെയോ? അത് ലക്ഷ്മി 9.11. യെസ്, കറക്റ്റടാ. 9.11 ക്യാപിറ്റൽ എം. ഭയങ്കര സന്തോഷമായില്ലേ ആൻസർ ചെയ്യപ്പോഴും? ഓക്കെ ഗുഡ്. ഓക്കെ ഗുഡ്. കീപ് ഇറ്റ്. ഓക്കെ, മൊളാലിറ്റിയും മൊളാലിറ്റിയുടെ നോക്കണം കേട്ടോ. ഇവിടെ നമുക്ക് മൊളാലിറ്റി നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താ? 17.95 ആയിരുന്നു. അത് സ്മോൾ ലെറ്റർ എം ആണ്. മൊളാലിറ്റി നമുക്ക് വന്നിരിക്കുന്നത് 9.11 m ആണ് കേട്ടോ. യെസ്, ഷെർലിനെ ആൻസർ ഇല്ലടാ. ഷെർലിനെ എന്നിട്ട് ഹാൻഡ് റൈസിൽ ചെയ്യുന്നത്? ആ, ഈ ഡബിൾ ചെക്ക് ചെയ്ത് നോക്കാൻ ഒരിക്കലും ചാൻസ് കൊടുക്കരുത് കേട്ടോ. എന്താണെന്നറിയോ, നമ്മൾ ഡബിൾ ചെക്ക് ചെയ്യുമ്പോ എക്സാമിന് നമുക്ക് സമയം കിട്ടില്ല. അത് നമ്മൾ യൂസ്ഡ് ആക്കിയത് ആ സിസ്റ്റം കേട്ടോ. കാരണം അറിയോ, നമുക്ക് എക്സാമിന് ടൈം കിട്ടില്ല. ആ ഓക്കെ അല്ല ഞാൻ പറഞ്ഞതാണ് കേട്ടോ. നമുക്ക് എക്സാമിന് സമയം കിട്ടില്ല. നമ്മൾ എന്നറിയോ ഇത് യൂസ്ഡ് ആയി കഴിഞ്ഞാൽ എന്നറിയോ, ഓരോ ക്വസ്റ്റ്യൻ എടുത്ത് നമ്മൾ ഒരു പ്രാവശ്യം വായിച്ചു വെക്കും. ആ സമയം മൊത്തം പോകും. അവിടെ സാർ പറഞ്ഞ കേട്ടോ. അപ്പൊ നമ്മുടെ അത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം നമുക്ക് കേട്ടോ. യെസ്, ഒരു മിനിറ്റ് സാർ. മക്കളെ എത്ര പേര് സെൽഫായിട്ട് ഇതിന്റെ മൊളാലിറ്റിയും കണ്ടുപിടിച്ചടാം? ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ കാണട്ടെ. 2 പേര്, 3 പേര്, 4, 5, 6, 10 പേര്. ഓക്കെ,
യെസ്, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് കൂടെ പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് കൊടുത്തോ. യെസ്, determine the amount of calcium chloride dissolved in 2.5 liter of water such that its osmotic pressure is 0.75 atm at 27 degrees Celsius. വേഗായിക്കോട്ടെ, സുഖമുള്ള ക്വസ്റ്റ്യൻ അല്ലേ? amount of calcium chloride. മോർണിംഗ് ബേസിൽ വേണ്ടേ? വേഗമാവട്ടെ, നമുക്ക് സമയം കുറവാണ്. അത് അല്ലല്ലോ, മ്യൂട്ട് ചെയ്ത് അല്ല മ്യൂട്ട്. യെസ്, ആന്റണി ആൻസർ കിട്ടിയോ? അല്ല, ഹാൻഡ് റൈസ് ആണ് ചോദിച്ചത്. ഓക്കെ, വേഗം ചെയ്. എന്താ മക്കളെ നമുക്ക് ഇടാം? ഡിറ്റർമൈൻ ദ എമൗണ്ട് ഓഫ് കാൽഷ്യം ക്ലോറൈഡ് I is equal to 2.47 അല്ലേ? dissolved in 2.5 liter of the water such that its osmotic pressure is 0.75 atm at 27 degrees Celsius. അപ്പോൾ നമ്മുടെ പൈഡ് ഇക്വേഷൻ അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കറിയാം I n by V RT ആണ് വരിക അല്ലേ? ഞാൻ പറഞ്ഞില്ലെങ്കിൽ അത് നോക്കിയിരിക്കുക, ഞാൻ അടുത്തത് പറയാൻ വേണ്ടിട്ട് അല്ലേ? വേഗം കിട്ടിയോ? ചെയ്ത് ഇവരൊക്കെ ഹാൻഡ് റൈസ് ചെയ്തേ. എത്ര പേര് ചെയ്തടാ? വേഗമാകട്ടെ. സോ പൈ ഈസ് ഈക്വൽ ടു, ഞാൻ തന്നെ നമ്മുടെ പരിപാടിയിലേക്ക് കിടക്കുകയാണ്. പൈ ഈസ് ഈക്വൽ ടു INVRT അല്ലേ? ഇതാണ് നമുക്ക് വരുന്നത്. സോ അങ്ങനെയാണെങ്കിൽ പൈ ഈസ് ഈക്വൽ ടു എന്തൊരു മക്കളെ? പൈ ഈസ് ഈക്വൽ ടു I8 എന്ന് പറയുന്നത് നമുക്കറിയാം. എന്താ നമുക്ക് എന്ന് പറയുന്നത്? നമ്പർ ഓഫ് മോൾസ് അല്ലേ? നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുമ്പോൾ എന്താ നമുക്ക്? W divided by ml ഇടാം. അപ്പോ W divided by MVRT വരും നമുക്ക് ഇടാം. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് W പതുക്കെ പുറത്തേക്ക് ഇടാം. W is equal to എന്ത് വരും നമുക്ക്? പൈ MVIRT വരും കേട്ടോ. IRT വരും നമുക്ക്. സോ ഇതിൽ നമുക്ക് ഓരോന്നിന്റെ വാല്യൂ നമുക്കറിയാം. വാല്യൂസ് അവിടെ കൊടുത്തേക്കാം. ഓക്കെ, വാല്യൂസ് എന്ന് പറയുമ്പോൾ ഓരോന്റെ വാല്യൂസ് നമുക്ക് അറിയാട്ടോ. അത് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ W is equal to പൈയുടെ വാല്യൂസ് അത് വെച്ച് ആ വാല്യൂസ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇക്വേഷനിൽ ഇടാം. ഓക്കെ, പൈയുടെ വാല്യൂസ് വരുമ്പോഴും പൈയുടെ വാല്യൂ എടുത്തിട്ടുണ്ട് നമുക്ക്. എത്ര തന്നിരിക്കുന്ന വാല്യൂസ് എന്ന് പറയുന്നത് 0.75 atm അല്ലേ? ഓക്കെ, ഓസ്മോട്ടിക് പ്രഷർ തന്നിട്ടുണ്ടല്ലോ. അപ്പൊ ആ വാല്യൂ ഇവിടെ കൊടുക്കാം കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ഇടാം? 0.75 ഇൻറ്റു നെക്സ്റ്റ് നമുക്ക് വേണ്ടത് എന്താ? M അല്ലേ മക്കളെ? M കണ്ടെത്തി. എമ്മിന്റെ വാല്യൂസ് എത്രയാണെന്നുള്ളത്? കിട്ടിയ വാല്യൂസ്? അങ്ങനെ ഞാൻ പറഞ്ഞുതരാം. എന്താ കാൽഷ്യം ക്ലോറൈഡിന്റെ വാല്യൂ എന്ന് പറയുന്നത് 111 അല്ലേ? ഇൻറ്റു അടുത്ത് നമുക്ക് എന്താ വേണ്ടത്? ബി വോളിയം നമുക്കറിയാം. എത്ര പറയുന്നത്? നമുക്ക് ബിയുടെ വാല്യൂസ് അവിടെ തന്നിരിക്കുന്നത് എത്ര തന്നിരിക്കുന്നത്? നമുക്ക് 2.5 അല്ലേ? 2.5 ലിറ്റർ അല്ലേ പറയുന്നത്? 2.5 ലിറ്റർ.
ഡിവൈഡഡ് ബൈ എന്നിട്ട് നമുക്ക് എന്താ വേണ്ടത് ഐയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 2.47 അല്ലേ 2.47 ദെൻ ഇൻറ്റു അടുത്ത നമുക്ക് എന്താ വേണ്ടത് 6 അല്ലേ ആരുടെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാലോ എത്രയാണുള്ളത് 0.0821 അല്ലേ 3121 ഒക്കെ എഴുതാറുണ്ട് നമ്മൾ ദെൻ ഇൻറ്റു അടുത്ത നമുക്ക് എന്താ വേണ്ടത് ടെമ്പറേച്ചർ 300 ആണ് പറയുന്നത് 300 കേട്ടോ 27 ഡിഗ്രി സെൽഷ്യസ് പറയുന്നത് 300 കേട്ടോ യെസ് അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര ആൻസർ 3.42 കേട്ടോ ഗ്രാം ഇതിലേക്ക് എത്തിയോ എത്തിയൊക്കെ സാറിന് പറ്റുന്നേ കുറെ പേരൊക്കെ ചെയ്യുന്നുണ്ട് മിസ്റ്റേക്ക് ഉണ്ടായാലും മ്യൂട്ട് ചെയ്യാം മറ്റൊരു അല്ലേ വിളിച്ചോ വിളിച്ചോ യെസ് മക്കളെ അപ്പൊ നമ്മുടെ ഹോംവർക്ക് ക്വസ്റ്റ്യൻ റെഡിയാണ് യെസ് മക്കളെ അപ്പോ നമ്മുടെ ഹോംവർക്ക് ക്വസ്റ്റ്യൻ റെഡിയാണ് യെസ് മ്യൂട്ടാണോ അൺമ്യൂട്ട് ചെയ്തോ എല്ലാരും സർ മിനിറ്റ് ഹൈഡ് ചെയ്തേ Yes, Moklai, question. Explain the terms of ideal and non-ideal solution in the light of force of interactions of operating between molecules in liquid solution. Now, question another. Explain terms of ideal and non-ideal solution in the light of force of interaction operating between molecules in liquid solutions. യെസ് അപ്പോൾ നമ്മുടെ ക്ലാസ് കഴിഞ്ഞിട്ടുള്ള സമയമായിട്ടുണ്ട് എക്സാം ടൈം ആയിട്ടുണ്ട് വേഗം പോയിട്ട് പാരന്റ്സ് വിളിച്ചു തരാം കേട്ടോ